ഹായ് ഫ്രണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് തരുന്നു. ഇന്നത്തെ നമ്മുടെ ഓട്ടത്തിനിടയിൽ നമുക്ക് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ എല്ലാം ഉണ്ട്, പക്ഷേ മനസ്സിന് സമാധാനമില്ലായിരുന്നു. എന്താണ് ഈ മനസ്സമാധാനം? അത് എവിടെയാണ് വിൽക്കാൻ കിട്ടുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനസ്സമാധാനം എങ്ങനെ തിരിച്ചുപിടിക്കാം എന്നതിനെ കുറിച്ചാണ്. അതായത് ഒന്നാമത്തെ പോയിന്റ് അനാവശ്യ ചിന്തകളും നിയന്ത്രണവുമാണ്. നമ്മൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, നാളെ എന്ത് സംഭവിക്കും എന്നൊക്കെ ഓവർത്തിങ് ചെയ്യുന്നത് നിർത്തിയേ തീരും. കാരണം നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നത് നിർത്തുമ്പോൾ തന്നെ ഒരു പകുതി സമാധാനം നമുക്ക് തിരിച്ചു കിട്ടും. ഓർക്കണം, ഇതും കടന്നു പോകും എന്നുള്ള ആ ചിന്ത എപ്പോഴും കൂടെ കരുതുക. ഓക്കെ. രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ താരതമ്യമില്ല. അതെന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം താരതമ്യം ചെയ്യാൻ നിർത്തുക എന്നതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നോക്കി മറ്റുള്ളവരെ പെർഫെക്റ്റ് എന്ന് തോന്നുന്ന ജീവിതമായി നമുക്ക് ജീവിതത്തെ കമ്പയർ ചെയ്യരുത്. അവർ കാണിക്കുന്നത് അവരുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ മാത്രമാണ്. മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുമ്പോൾ സമാധാനം മാത്രമല്ല, നമ്മുടെ സന്തോഷം കൂടിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്. മൂന്നാമത്തെ പോയിന്റ് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്നാമത്തെ ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കാം. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഓർത്ത് പരാതി പറയുന്നതിന് പകരം നമുക്ക് ഇപ്പോഴുള്ള നല്ല കാര്യങ്ങൾ ഓർത്ത് സന്തോഷിക്കാം. മനസ്സിലായോ? അത് രാവിലെ കുടിക്കുന്ന ഒരു കപ്പ് ചൂട് ചായയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പമുള്ള ആ നല്ല നിമിഷങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്കുള്ള ആ ഒരു സ്നേഹമാകാം, കുടുംബങ്ങളുടെ സ്നേഹം. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശീലിച്ചാൽ മനസ്സെപ്പോഴും ശാന്തമാണ്. സുഹൃത്തുക്കളെ, ഈ മനസ്സമാധാനം എന്നത് പുറത്ത് നിന്ന് എവിടെയെങ്കിലും തപ്പിയാൽ കിട്ടുന്ന ഒന്നല്ല. ഇത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതാണ്. മനസ്സിന് ഒന്ന് ശാന്തമാണ്. അനാവശ്യ ഭാരങ്ങൾ ഇറക്കി വെക്കുക. മനസ്സിലായോ? എന്തായാലും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നല്ല മനോഹരമായിട്ടുള്ള ആ ജീവിതം യാഥാർത്ഥ്യമാക്കിയ ഒരുപക്ഷെ നമുക്ക് സന്തോഷവും സമാധാനവും നമ്മുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടായിരിക്കും. അതായിരിക്കണം നമ്മുടെ ജീവിതം. ഓക്കെ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് മനസ്സമാധാനത്തിന് ഏകദേശം ചെറിയൊരു രൂപമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫോളോ ചെയ്തോളൂ. ഇതുപോലെ നല്ല നല്ല വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ഇത് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ബൈ.